10 വെച്ചാൽ 100 കിട്ടും, 100 വെച്ചാൽ 10,000 കിട്ടും, 10,000 വെച്ചാൽ ലക്ഷങ്ങൾ കിട്ടും. ഈ വാക്കുകൾ വിശ്വസിച്ച മലയാളികൾ കോടികളുമായി ഓടിയെത്തി. ചില മലയാളികളുടെ ഈ പണക്കൊതി മുതലാക്കി ഒരു 20 വയസ്സുകാരൻ നടത്തിയ തട്ടിപ്പ്. അതാണ് ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസ്. സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്നതായിരുന്നു ശബരിനാഥിന്റെ വളർച്ചയും ആഡംബര ജീവിതവും. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ എതിർവശത്തുള്ള ബഹുനില കെട്ടിടത്തിലായിരുന്നു ശബരിനാഥിന്റെ ഓഫീസും ഹെഡ്ക്വാർട്ടേഴ്സും പ്രവർത്തിച്ചിരുന്നത്. കോടികളുടെ ആസ്തിയുള്ള ബിസിനസ്സുകാർ, സർക്കാർ ജീവനക്കാർ, ദിവസവേതനക്കാർ, സാമ്പത്തിക പരാധീനതയിൽ നട്ടം തിരിയുന്നവർ, ഇവരൊക്കെയായിരുന്നു ശബരിനാഥിന്റെ ഇരകൾ. നമ്മൾ ഇപ്പോഴത്തെ ഒരു പാതിവില തട്ടിപ്പുണ്ടല്ലോ, അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണ് ഈ ടോട്ടലിൻ്റെ ചില കാര്യങ്ങളിലുണ്ടായിരുന്നത്. ഒന്ന് വൻതോതിൽ വൻ ലാഭം, അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ഇരട്ടി എന്ന് പറയുന്ന അതേ അതിന് സമാനമായ ലാഭമാണ് ശബരിയും കൊടുത്തിരുന്നത്. അപ്പോൾ അത് എങ്ങനെ ലോജിക്കലി ഒരിക്കലും കറക്റ്റ് അല്ലെങ്കിലും ശബരി അതിനെ ന്യായീകരിക്കാൻ ഉപയോഗിച്ചത് ഈ ഓഹരിയിൽ നിക്ഷേപിച്ചിട്ട് വൻ ലാഭം ഉണ്ടാക്കുന്നു എന്നാണ്. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചവർക്ക് 3 മാസത്തിന് ശേഷം 2 ലക്ഷം രൂപ മടക്കി നൽകി ശബരിനാഥ് നിരവധി പേരുടെ വിശ്വാസം പിടിച്ചുപറ്റി. ഒരിക്കൽ ശബരിനാഥിന്റെ ടോട്ടൽ ഫോർ യുവിൽ പണം നിക്ഷേപിച്ചവർ തന്നെയായിരുന്നു അയാളുടെ ബ്രാൻഡ് അംബാസിഡർമാരും പരസ്യ പ്രചാരകരും. രണ്ടാമത് വരുന്നവരെന്നുള്ള പൈസ എടുത്തിട്ടാണ് ആദ്യത്തെ ലാഭവിധം കൊടുത്തുകൊണ്ടിരുന്നത്. അതൊരു 20 മാസമൊക്കെ ആയപ്പോഴത്തേക്കും കോടികൾ വരാനും തുടങ്ങി. പക്ഷെ അതിനനുസരിച്ച് പിന്നെ പൈസ കൊടുക്കാനില്ലാതെയുമായി. പിന്നീട് അക്കൗണ്ടിൽ പൈസ ഇടാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അത്രത്തോളം തുക വരുന്നു. ആ തുക വരുമ്പോൾ അതിന് കണക്കുകളും ടാക്സും ആദായ നികുതി വകുപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ കുറവകുളത്തുള്ള ഫ്ലാറ്റിൽ ബാഗുകളിൽ കൊണ്ട് പൈസ സൂക്ഷിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. നിക്ഷേപകരുടെ പണമെല്ലാം ഓഹരി വിപണിയിൽ കിടന്ന് വളരുകയായിരുന്നു എന്നായിരുന്നു ശബരിനാഥിന്റെ അവകാശവാദം. സിനിമാ കമ്പമൂത്ത കൊച്ചു കോടീശ്വരൻ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ മലയാളത്തിലെ പ്രമുഖ പട്ടാള സിനിമയും അയാൾ നിർമ്മിക്കുകയും ചെയ്തു. ഇതിനുള്ള കോടികൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്താൻ മിലിറ്ററി ഇന്റലിജൻസ് തീരുമാനിച്ചു. ഒടുവിൽ അവരാണ് ആദ്യമായി ഈ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തുന്നത്. ഈ വിവരം കേരള പോലീസിനെ അറിയിച്ചു. അവിടെ നിന്നാണ് ശബരിനാഥ് എന്ന 20 വയസ്സുകാരന്റെ പതനം ആരംഭിക്കുന്നത്. ടോട്ടൽ ഫോർ യു ഒരു ടോട്ടൽ തട്ടിപ്പാണെന്ന് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ശബരിനാഥിന്റെ സ്ഥാപനങ്ങളിലും വീടുകളിലും നിരവധി റെയ്ഡുകൾ നടന്നു. ടോട്ടൽ ഫോർ യു തകർന്നതറിഞ്ഞ 100 കണക്കിന് നിക്ഷേപകർ ഓടിയെത്തി. ഈ വിലാപങ്ങൾ ഒരു നടുക്കത്തോടെയാണ് അന്ന് മലയാളികൾ കണ്ടത്. 20 വയസ്സുകാരൻ നടത്തിയത് 200 കോടിയുടെ തട്ടിപ്പാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. തട്ടിപ്പ് പുറത്തായിട്ട് ഇപ്പോൾ വർഷം 17 പിന്നിടുന്നു. ശബരിനാഥ ഇപ്പോൾ എവിടെയാണ്? ഓണത്തിനുണ്ടായിരുന്നു. ജീവിത പ്രശ്നമായിട്ട് പോകുന്നതാണ്. ഓണത്തിനൊക്കെ വന്ന് സംസാരിച്ചൊക്കെ പോകുന്ന ആളാണ്. അയാൾക്ക് ജീവിക്കണ്ടേ? ആശ്രമമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ പോകുന്നതാണ്. ആശ്രമമായിട്ട് ആ ഒരു ഇതാണല്ലേ പുള്ളി അങ്ങനെ ഒരു ആത്മീയമായിട്ട് പോകുന്ന ഒരാളാണ്. നെയ്യാറ്റിൻകര കൊടങ്ങാവിളയിലെ ശബരിനാഥിന്റെ വീടാണിത്. ശബരിനാഥ് ഇവിടെ സ്ഥിര താമസമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. അയാൾ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും വീട്ടുകാർ പറഞ്ഞു. ഓണത്തിനും മറ്റ് വിശേഷ ദിവസങ്ങൾക്കും ശബരിനാഥ ഇപ്പോഴും വീട്ടിലെത്താറുണ്ട്. മലയാളികളുടെ പണക്കൊതി മുതലാക്കാൻ ഇനിയും ശബരിനാഥന്മാർ വരും. നമ്മളിൽ പലരും ആ കെണികളിൽ വീഴുകയും ചെയ്യും. ഞാൻ ആ കെണിയിൽ വീഴില്ല എന്ന ഞാൻ തന്നെ സ്വയം ഉറപ്പുവരുത്തണം. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.